നമ്മുടെ ക്വിൻ്റൺ ഡി കോക്കിനെയും കൂടെ എങ്ങനെയെങ്കിലും ഈ ടീമിനകത്തോട്ട് കുത്തിക്കയറ്റിയാൽ എനിക്ക് തോന്നുന്നു ഈ ടൂർണമെൻറ്റ് തന്നെ ഏറ്റവും ഡേഞ്ചറസ് ടീമായിരിക്കും മുംബൈ ഇന്ത്യൻസ്. ഇമാതിരി ഒരു ടീമിനെയാണ് പണി വെച്ചിരിക്കുന്നത്. ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും. കളിയിലേക്ക് വന്നാൽ ഒരു ടോസ് കിട്ടുന്ന ഹർദിക്ക് നല്ല പച്ചപ്പ് ഹരിതാപമുള്ള പിച്ച് കാണുന്നു, നേരെ കേൾക്കാനെ ബാറ്റിംഗ് നയിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് പിന്നലനും റഹാനെയും തെളിയിച്ചത്. നല്ല കിടുക്കൻ സ്റ്റാർട്ടിങ്, ഓൾമോസ്റ്റ് 13 റൺസ് വെച്ച് ഒരു ഓവറെ പോകുന്ന അവസ്ഥയായിരുന്നു. ഫിന്നലൻ്റെ വിക്കറ്റാണ് ഏറ്റവും ക്രൂഷ്യലായത്. കാരണം നല്ല രീതിയിൽ കളിച്ച് വന്ന ഫിന്നലൻ ഔട്ടാവുന്നു. പിന്നീട് വന്ന ക്യാമറോൺ ഗ്രീൻ്റെ ആ ഒരു ഇന്നിങ്സ് വളരെ ഭയങ്കരമായിട്ട് കേൾക്കാൻ അഫക്റ്റ് ചെയ്തു. കാരണം നമുക്കറിയാം ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ഫൈനൽ നടന്ന അതേ പിച്ചാണ്. അവിടെ സഞ്ജു അഭിഷേക് നല്ല തുടക്കം തുടങ്ങിയിട്ട് പിന്നീട് വന്ന ഇഷാനും തകർത്തെളിച്ചു. പക്ഷേ ഇവിടെ വന്ന ക്യാമറോൺ ഗ്രീൻ 18 റൺസാണ് എടുത്തത് 10 ബോളേന്ന്. പിന്നീട് വന്ന രഘുവൻഷിയൊക്കെ പുള്ളിക്ക് പറ്റുന്ന രീതി കളിച്ചിട്ട് പോയി. 29 ബോളിൽ 51 റൺസ്. രഘുവൻഷി ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്ലെയർ. ഒരു 30-35 ബോളിൽ 50 എടുക്കുന്ന പ്ലെയറാണ് പുള്ളി. ആ കളി കളിച്ചിട്ട് പോയി. നല്ലൊരു ടാലന്റ് പ്ലെയർ. പിന്നീട് റഹാനെ ഔട്ടാവുന്നു. റിങ്കു സിംഗ് അമൻദീപ് സിംഗിനൊന്നും ഒന്നും ചെയ്യാൻ അധികം ഉണ്ടായില്ല. 21 ബോളിൽ 33 റണ്ണാണ് റിങ്കു എടുത്തത്. ബുംറയുടെ ആ ഒരു ഓവറാണ് പ്രശ്നം. എല്ലാവർക്കും ഒരു ചൊറിച്ചിലാണ് ബുംറയുടെ ആ ഓവർ എതിർ ടീമുകൾക്ക്. കാരണം പുള്ളിയുടെ ഈ അവസാനത്തെ 5 ഓവർ 2 ഓവർ പുള്ളിക്ക് കൊടുക്കും എപ്പോഴും. ഭയങ്കര പാടാണ് കളിക്കാൻ, പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി യോർക്കർ എറിയുന്നത് ഫുൾ ടോസ് ആയി മാറിയാൽ പോലും കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലത്തെ ഒരു ബോളറാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗ്യം എന്ന് തന്നെ പറയാം. പിന്നീട് ഫസ്റ്റ് ഇന്നിങ്സ് 220 എങ്ങനെ കൊണ്ട് എത്തിച്ചു. അതിനുശേഷം കണ്ടക്ടർമാരെ പറഞ്ഞത് 60% ചാൻസ് ടു KKR എന്നാണ്. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മുംബൈ ഇന്ത്യൻസ് എല്ലാ കളിയും തോറ്റുകൊണ്ട് തുടങ്ങുന്നുണ്ടായിരിക്കും. മറുപടിയിൽ ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് കളിച്ച രീതി ഈ വിക്കറ്റിൽ എങ്ങനെ കളിക്കണമെന്ന് തെളിയിക്കുന്ന രീതിയാണ്. കാരണം ഫസ്റ്റ് മുസർബാനയുടെ ആ ബോൾ രോഹിത്ത് അടിച്ച് ചെയ്തപ്പോൾ ഞാൻ ഓർത്തത് രോഹിത്ത് ഫോം അല്ലെന്നാണ്. പക്ഷേ ഈ രോഹിത്തും കോഹ്ലിക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇവർ ഈ ODI ഫോർമാറ്റ് മാത്രമേ ഇപ്പോൾ കളിക്കുന്നുള്ളൂ. അവർ നല്ല കൈത്തരിപ്പുണ്ട്. ഇവിടെയെങ്കിലും ഇത് തീർക്കണമല്ലോ. IPL നിങ്ങൾ തീർക്കാമെന്നാണ് തോന്നുന്നു വിചാരിച്ചിരിക്കുന്നത്. കാരണം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ വന്ന് എങ്ങനെ കളിച്ച് എങ്ങനെ ഇരിക്കുക, അതുപോലത്തെ കളിയാണ് രോഹിത് കളിച്ചത്. നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോക്ക് മേക്കിംഗ്. റക്കൽട്ടൺ ആണെങ്കിൽ അതിലും ഇരട്ടിയായിട്ട് കളിക്കുന്നത്. കാരണം പുള്ളിയുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഷോട്ടാണ് ഈ സ്വീപ്പ് എന്ന് പറയുന്നത്, സ്ലോക്ക് സ്വീപ്പ്. അവിടെ തന്നെയാണ് ഈ ആ ആർക്ക് ഏരിയ തന്നെ ബോൾ ഇട്ട് കൊടുക്കുവാണ്. ഇവിടെയാണ് KKRന്റെ ബോളിങ്ങും ക്യാപ്റ്റൻസി. കാരണം റഹാനെ 2ാമത്തെ 3ാമത്തെ ഓവർ ഇഞ്ചുറി പോകുന്നു. പിന്നീട് നാഥനില്ല കളരി പോലെയാണ് എനിക്ക് KKRനെ തോന്നിയത്. കാരണം സുനിൽ നരേൻ എന്നൊരു ബോളറെ യൂസ് ചെയ്യുന്നില്ല ഫസ്റ്റിലെ. ചക്രവർത്തിയൊക്കെ ഉണ്ട്. വരുൺ ചക്രവർത്തിയൊക്കെ വെറും ഡമ്മി ബോളറെ പോലെയാണ് എറിയിച്ചത്. കാരണം ഒരു അഗ്രസീവ് ഫീൽഡ് സെറ്റ് ഇല്ല, ഒരു സ്ലിപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. ചുമ്മാ വരുണെ നീ എറിഞ്ഞോടാ, ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടാകും കേട്ടോ, കളി കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം. വരുണിൻ്റെ അപ്രോച്ചും സെയിം ആണ്. എങ്ങനെയെങ്കിലും ഈ 4 ഓവർ തീർത്തിട്ട് പോയാൽ മതി എന്നുള്ള അപ്രോച്ചാണ് വരുൺ നടത്തിയത്. കാരണം ആ ഒരു ബോളർക്ക് ചേർന്നൊരു ഫീൽഡ് സെറ്റോ യാതൊരു കഴിവില്ലാത്തൊരു ബോളറെ കൊണ്ട് എറിയിക്കുന്ന രീതിയാണ് വരുണിനെ കൊണ്ട് എറിയിപ്പിച്ചത്. സോ KKRന്റെ ഫീൽഡ് സെറ്റിംഗ്, ക്യാപ്റ്റൻസി, ബോളിംഗ് വളരെ പൂറാണ്. 1-2 അടുത്ത KKR ബോളേഴ്സിനെ പറ്റി പറയണമെന്നുണ്ട്. പക്ഷേ വളരെ മോശം കാര്യങ്ങളൊക്കെ മുംബൈക്ക് വളരെ എളുപ്പമാക്കി കൊടുത്തു. എനിവേ, ഗുഡ് ലക്ക് മുംബൈ.